ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ 2014, 2015, 2016 വർഷങ്ങളിൽ SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 2014 SSLC എക്സാമിനേഷനിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു ചോദ്യവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2015 SSLC എക്സാമിനേഷനിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ചോദ്യം: ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A -1, 2 ആൻഡ് B 6, 3. എക്സ് വൈ അക്ഷങ്ങൾ വരച്ച് A -1, 2, B 6, 3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസുകൾ അഥവാ അക്ഷങ്ങൾ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഈ ലൈനാണ് എക്സ് ആക്സിസ്, വെർട്ടിക്കലായി പോകുന്ന ഈ ലൈനാണ് വൈ ആക്സിസ് അഥവാ വൈ അക്ഷം എന്ന് പറയുന്നത്. എക്സും വൈയും ആക്സിസുകൾ കൂട്ടിമുട്ടുന്ന ഈ സെന്റർ ഭാഗത്തെ നമ്മൾ ഒറിജിൻ അഥവാ ആധാര ബിന്ദു എന്നാണ് പറയുക. അവിടെ എക്സിന്റെയും വൈയിന്റെയും വാല്യൂസ് 0 ഇനി സ്കെയിൽ ഉപയോഗിച്ച് നമ്പേഴ്സ് അടയാളപ്പെടുത്താം. 1 സെന്റിമീറ്റർ ഇടവിട്ട് 1, 2, 3, 4, 5, 6. 0ന്റെ പിന്നിലായി നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5, -6. അതുപോലെ വൈ ആക്സിസിലും 0ന്റെ മുകളിലായി 1, 2, 3, 4, 5, 6. 0ന്റെ അടിയിലായി -1, -2, -3, -4, -5, -6. സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് 1 സെന്റിമീറ്റർ ഇടവേളയിൽ വേണം നമ്പേഴ്സ് എഴുതാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റ്സുകൾ, നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സുകൾ അടയാളപ്പെടുത്തണം. ആദ്യത്തെ പോയിന്റ് ഏതാണ്? -1, 2 എന്ന പോയിന്റ് ആണ്. നമുക്കറിയാം, ഒരു കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ എഴുതുന്ന സമയത്ത് ആദ്യം ബ്രാക്കറ്റ് ഇടുന്നു, അതിനുശേഷം എക്സ് ആക്സിസിൽ ആ പോയിന്റ് എവിടെയാണോ അതാണ് അടയാളപ്പെടുത്തുക, കോമ, അതിനുശേഷം വൈ ആക്സിസിൽ അഥവാ വൈ അക്ഷത്തിൽ ആ പോയിന്റ് എവിടെയാണോ അതാണ് അടയാളപ്പെടുത്തുക. ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ള പോയിന്റ് എ എന്ന പോയിന്റ് -1, 2 എന്ന സൂചക സംഖ്യയിലാണ്. അതായത് എക്സ് ആക്സിസിൽ ആ പോയിന്റ് -1ലും വൈ ആക്സിസിൽ ആ പോയിന്റ് 2ലുമാണ്. ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ -1 എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ്. അപ്പോൾ ഇതിന് സമാനമായ രീതിയിലാണ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്. വൈ ആക്സിസിൽ ആ പോയിന്റ് എവിടെയാണ്? 2 എന്ന സംഖ്യക്ക് സമാനമാണ്. അപ്പോൾ -1നും 2നും സമാനമായ പോയിന്റ് എവിടെ വരും? ഇവിടെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A -1, 2 എന്ന പോയിന്റ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഈ ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഏതാണ്? B 6, 3. അതായത് എക്സ് ആക്സിസിൽ അഥവാ എക്സ് അക്ഷത്തിൽ അത് 6ന് സമാനവും വൈ അക്ഷത്തിൽ അത് 3ന് സമാനവുമാണ്. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസ് ഇതാണ്. എക്സ് ആക്സിസിൽ 6 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഇനി വൈ ആക്സിസിൽ 3 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ്. അതായത് B 6, 3 എന്ന പോയിന്റ് ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് എക്സും വൈയും ആക്സിസുകൾ വരച്ച് പോയിന്റ്സ് അഥവാ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത്. അടുത്തതായി 2016 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം: ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 2, 3 ആൻഡ് 3 - 1. 2, 3, 3 - 1 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. 2 പോയിന്റ്സ് തന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് അഥവാ അകലം കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? D = √(x2 - x1) പ്ലസ് y2 - y1 ഇവിടെ ഏതൊക്കെയാണ് പോയിന്റ്സ്? 2, 3, 3 - 1, ഇത് x1, y1, ഇത് x2, y2. ഇനി ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം? D = x2 എത്രയാണ്? 3 മൈനസ് x1 എത്രയാണ്? 2, 3 - 2 പ്ലസ് ഇനി y2 എത്രയാണ്? -1 മൈനസ് y1 എത്രയാണ്? 3 -1 - 3 ഈക്വൽ ടു
റൂട്ട് ഓഫ് 3ൽ നിന്ന് 2 പോയാൽ 1 സ്ക്വയർ പ്ലസ് -1 -3 എന്ത് വരും -4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് -4ന്റെ സ്ക്വയർ 16 ഈക്വൽ ടു റൂട്ട് 17 യൂണിറ്റ്സ്. അതായത് 2ഉം 3ഉം 3ഉം -1ഉം തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള അകലം എത്രയാണ്? റൂട്ട് 17 യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം, does the line joining the points 2, 3 and 3 - 1 passes through the point 5 - 9? Justify your answer. 2, 3, 3 - 1 എന്നീ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര 5 - 9 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുമോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. എന്താണ് തന്നിട്ടുള്ളത്? 2 പോയിന്റ്സ് ഉണ്ട്. 2, 3, 3 - 1 ഇവ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ അങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അതിലൊരു പോയിന്റ് ആണോ 5 - 9 എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അഥവാ നേരെയുള്ള വരയുടെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന പ്രത്യേകത ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സ്ലോപ്പ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? y2 - y1 ഹരിക്കണം x2 - x1. എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്നതിന്റെ പ്രത്യേകത? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തുടക്കം മുതൽ അവസാനം വരെ ഏത് പോയിന്റ്സ് എടുത്ത് സ്ലോപ്പ് അഥവാ ചെരിവ് കാൽക്കുലേറ്റ് ചെയ്താലും ഉത്തരം സെയിം ആയിരിക്കും. അതായത് 2, 3, 3 - 1 എന്ന പോയിന്റ് എടുത്ത് ഈ ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താലും 2, 3, 5 - 9 എടുത്ത് ചെയ്താലും 3 - 1, 5 - 9 എടുത്ത് ചെയ്താലും സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ 2, 3, 3 - 1 ഉപയോഗിച്ച് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇതിലേതെങ്കിലും ഒരു പോയിന്റ്സും 5 - 9 ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ആദ്യം കണ്ടുപിടിച്ച സ്ലോപ്പും രണ്ടാമത് കണ്ടുപിടിച്ച സ്ലോപ്പും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 5 - 9 ഈ സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് ആണെന്ന്. അപ്പോൾ ആദ്യം തന്നെ 2ഉം 3ഉം 3ഉം -1ഉം തമ്മിലുള്ള സ്ലോപ്പ് അഥവാ ചെരിവ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഈക്വൽ ടു y2 - y1, ഇവിടെ y2 -1 -3 ഹരിക്കണം x2 - x1 3 - 2 -1 -3 -4 ആണ്. 3ൽ നിന്ന് 2 പോയാൽ 1 ഈക്വൽ ടു -4. അതായത് നമുക്ക് തന്നിട്ടുള്ള ലൈനിന്റെ അഥവാ വരയുടെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്നത് -4 ആണ്. ഇനി നമുക്ക് 2, 3 അല്ലെങ്കിൽ 3 - 1 ഏതെങ്കിലും ഒരു പോയിന്റും 5 - 9 തമ്മിലുള്ള സ്ലോപ്പ് നോക്കാം. 2, 3ഉം 5 - 9 എടുക്കാം. സ്ലോപ്പ് അഥവാ ചെരിവ് ഈക്വൽ ടു y2 - y1 -9 -3 ഹരിക്കണം x2 - x1 5 - 2 -9 -3 എന്ത് വരും? -12. 5ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 3 -12 ഹരിക്കണം 3 എത്ര വരും? -4. അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അതേ സ്ലോപ്പ് തന്നെയാണ് 5 - 9 ഉപയോഗിച്ച് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 2, 3 and 3 - 1 പാസസ് ത്രൂ ദ പോയിന്റ് 5 - 9. അതായത് 2, 3, 3 - 1 എന്നീ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര 5 - 9 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. 2016 SSLC എക്സാമിനേഷനിൽ ചോദിച്ച അടുത്ത ചോദ്യം, ഡ്രോ x and y axis and mark the points P -1 -3, Q 6 -3 and R 0, 5. x, y അക്ഷങ്ങൾ വരച്ച് P -1 -3, Q 6 -3, R 0, 5 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ x ആൻഡ് y ആക്സിസ് അഥവാ x, y അക്ഷങ്ങൾ വരയ്ക്കണം. ഇതാണ് x ആക്സിസ് അഥവാ x അക്ഷം എന്ന് പറയുന്നത്. ഇത് y ആക്സിസ് അഥവാ y അക്ഷം. എക്സും വൈയും ആക്സിസുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലം 0 അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് 1 സെന്റിമീറ്റർ ഇടവേളയിൽ വേണം നമ്പേഴ്സ് എഴുതാനായിട്ട്. ഇനി 0ന്റെ പിന്നിലായി -1, -2, -3, -4, -5, -6. y ആക്സിസിൽ 0ന്റെ മുകളിലായി 1, 2, 3, 4, 5, 6. ഇനി 0ന്റെ അടിയിലായി -1,
-2 -3 -4 -5 -6 എല്ലാ നമ്പേഴ്സിനും ഇടയിലായി കറക്റ്റ് 1 സെന്റിമീറ്റർ ഇടവേളയാണ് ഉണ്ടാവേണ്ടത്. ഇനി ആദ്യം തന്നെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് എന്താണ്? പി എന്ന പോയിന്റ് ആണ്. -1 -3, അതായത് എക്സ് ആക്സിസിൽ ഈ പോയിന്റ് -1ലും വൈ ആക്സിസിൽ ഈ പോയിന്റ് -3ലുമാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ -1 എവിടെയാണ്? ഇവിടെയാണ്. ഇനി വൈ ആക്സിസിൽ -3 എവിടെയാണ്? ഇവിടെയാണ്. ഇനി ഈ -1 -3 മീറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ്. അതായത് പി എന്ന പോയിന്റ് ഇവിടെയാണ്. -1, -3. ഇനി അടുത്ത പോയിന്റ് 6 -3, അതായത് ക്യൂ എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ 6ലും വൈ ആക്സിസിൽ -3ലുമാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ 6 എവിടെയാണ്? ഇവിടെയാണ്. ഇനി വൈ ആക്സിസിൽ -3 എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ 6ഉം -3ഉം കൂട്ടിമുട്ടുന്ന സ്ഥലം എവിടെയാണ്? ഇവിടെയാണ് ക്യൂ നിൽക്കുന്നത്. 6 -3. അടുത്തതായി ആർ എന്ന പോയിന്റ് ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. 0, 5. എക്സ് ആക്സിസിൽ അത് 0ലാണ്, വൈ ആക്സിസിൽ അത് 5ലാണ്. ഇനി എക്സ് ആക്സിസിലെ 0 ഏതാണ്? ഇവിടെയാണ്. ഇനി വൈ ആക്സിസിലെ 5ഓ? ഇവിടെയാണ്. അപ്പോൾ 0, എക്സ് ആക്സിസിലെ 0ഉം വൈ ആക്സിസിലെ 5ഉം കൂട്ടിമുട്ടുന്ന സ്ഥലം ഇവിടെയാണ്. അതായത് ഇവിടെയാണ് ആർ എന്ന പോയിന്റ് ഉള്ളത്. 0, 5. ഇങ്ങനെയാണ് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ തുടർ വർഷങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്